ഹലോ ഡിയർ സ്റ്റുഡൻസ്, അപ്പം നമ്മൾ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എന്നുള്ള ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗത്തോട്ട് പ്രവേശിക്കുകയാണ്. അയോണിക് ബോണ്ട് ഓർ ഇലക്ട്രോവലൻ്റ് ബോണ്ട്. നിങ്ങൾക്കറിയാം പലതരത്തിലുള്ള ബോണ്ടിങ് ഉണ്ട്. അതിൽ നമ്മൾ ആദ്യമായിട്ട് അയോണിക് ഓർ ഇലക്ട്രോവലൻ്റ് ബോണ്ടിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. Ionic bond means the electrostatic force of attraction between an anion and a cation. ആനിയോണും കാറ്റിയോണും ഇടയ്ക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാരണം ഉണ്ടാകുന്ന ബോണ്ടിങ് ആണ് അയോണിക് ബോണ്ട്. ഓക്കെ, we can take the example of NaCl. Sodium plus ion and chloride ions are formed. So there will be an attractive force between the positive Na plus ion and the negative Cl minus ion. This force of attraction is known as ionic bond. It is an electrostatic force of attraction. പോസിറ്റീവും നെഗറ്റീവും തമ്മിലുള്ള അട്രാക്ഷൻ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്നാണ് പറയുക. ഓക്കെ, സോ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ഫേവർ ദ ഫോർമേഷൻ ഓഫ് ആൻ അയോണിക് കോമ്പൗണ്ട്? ഒരു അയോണിക് കോമ്പൗണ്ട് ഉണ്ടാകുന്ന സമയത്ത് അയോണിക് കോമ്പൗണ്ടിൻ്റെ ഫോർമേഷനെ ഫേവർ ചെയ്യുന്ന ഫാക്ടറുകൾ ഏതൊക്കെയാണ്? ഓക്കെ, അതായത് സോഡിയം എന്ന് പറയുന്ന ആറ്റം സോഡിയം പ്ലസ് എന്ന് പറയുന്ന അയോണായി മാറണം, Cl മൈനസ് എന്ന് പറയുന്ന അയോണായി മാറണം. അവർ തമ്മിൽ പ്രോപ്പറായിട്ടുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവണം. എന്നാൽ മാത്രമല്ലേ അയോണിക് കോമ്പൗണ്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ലോ അയണൈസേഷൻ എനർജി ഓഫ് ദ മെറ്റൽ ആറ്റം. അവിടെ ഇൻവോൾവ് ആയിരിക്കുന്ന മെറ്റൽ ആറ്റത്തിന് അയണൈസേഷൻ എനർജി കുറവായിരിക്കണം. ഇവിടെ ഈ എക്സാമ്പിളിൽ സോഡിയത്തിൻ്റെ അയണൈസേഷൻ എനർജി കുറവാണെങ്കിൽ മാത്രമാണ് അത് Na+ എന്ന് പറയുന്ന അയോണായി മാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഫാക്ടേഴ്സ് ഫേവറിങ് ദ ഫോർമേഷൻ ഓഫ് അയോണിക് ബോണ്ടിലെ ഫസ്റ്റ് പോയിന്റ് ലോ അയണൈസേഷൻ എനർജി ഓഫ് ദ മെറ്റൽ ആറ്റം ഇൻവോൾവ്. ഇവിടെ ഇൻവോൾവ് ആയിരിക്കുന്ന മെറ്റൽ ആറ്റത്തിന് അയണൈസേഷൻ എനർജി കുറവായിരിക്കണം. ഇനി അതേപോലെ Cl എത്രയും പെട്ടെന്ന് Cl മൈനസ് ആവണം അല്ലേ? അപ്പോൾ ഹൈ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ദ നോൺ മെറ്റൽ ആറ്റം ഇൻവോൾവ്. നോൺ മെറ്റൽ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഹൈ ആയിരിക്കണം. തേർഡ് പോയിന്റ് ഹൈ ലാറ്റിസ് എൻതാൽപ്പി ഓഫ് ദ ionic compound formed. അവിടെ ഫോം ചെയ്യുന്ന അയോണിക് കോമ്പൗണ്ടിന്റെ ലാറ്റിസ് എൻതാൽപ്പി ഹൈ ആയിരിക്കും. സോ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഫേവറിംഗ് ദ ഫോർമേഷൻ ഓഫ് ആൻ അയോണിക് കോമ്പൗണ്ട്? ദ ഫസ്റ്റ് പോയിന്റ് ഈസ് ionization energy of the metal atom should be low ionization energy of the metal atom. Second point is electron gain enthalpy of the non-metal atom should be high. അവിടുത്തെ നോൺ മെറ്റൽ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഹൈ ആയിരിക്കണം. ദ തേർഡ് പോയിന്റ് ഈസ് ഹൈ ലാറ്റിസ് എൻതാൽപ്പി ഓഫ് ദ കോമ്പൗണ്ട് ഫോംഡ്. അവിടെ ഫോം ചെയ്യുന്ന കോമ്പൗണ്ടിൻ്റെ ലാറ്റിസ് എൻതാൽപ്പി ഹൈ ആയിരിക്കണം. ഓക്കെ, ആൻഡ് യു ആർ വെരി ഫെമിലിയർ വിത്ത് ദ ടേംസ് അയണൈസേഷൻ എൻതാൽപ്പി ആൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. രണ്ട് ടേമും വളരെ വിശദമായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. പക്ഷേ ലാറ്റിസ് എൻതാൽപ്പി പുതിയൊരു ടേമാണ്. എന്താണ് ലാറ്റിസ് എൻതാൽപ്പി നിങ്ങൾ പഠിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ലാറ്റിസ് എൻതാൽപ്പിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ when the value of lattice enthalpy is high, the compound will be more stable. That is why the high lattice enthalpy of the compound favors the ionic compound. Okay, lattice enthalpyയുടെ വാല്യൂ കൂടുതലാണെങ്കിൽ ആ കോമ്പൗണ്ടിന് കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുകയും ആ കോമ്പൗണ്ട് പെട്ടെന്ന് ഉണ്ടാവുകയും ചെയ്യും. Now we can see what is lattice enthalpy. അങ്ങനെയാണെങ്കിൽ എന്താണ് ലാറ്റിസ് എൻതാൽപ്പി? ലാറ്റിസ് എൻതാൽപ്പി കൂടുമ്പോഴാണ് ഒരു അയണിക് കോമ്പൗണ്ട് സ്റ്റേബിൾ ആയിട്ട് ഇരിക്കുള്ളൂ. ഓക്കെ, എന്താണ് ലാറ്റിസ് എൻതാൽപ്പി? ലാറ്റിസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ക്രിസ്റ്റൽ ലാറ്റിസ് എന്നൊക്കെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുക. ക്രിസ്റ്റൽ ലാറ്റിസ്, ആ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിൽ ഈ കേസിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആൻസ്, ഇവിടെ സോഡിയം പ്ലസ് അയൺ Cl മൈനസ് അയൺ, ഇവരൊരു പ്രത്യേക രീതിയിൽ
അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ആയിരിക്കും. റെഗുലർ ഓർഡർലി അറേഞ്ച്മെന്റ് ആയിരിക്കും. ആ റെഗുലർ ഓർഡർലി അറേഞ്ച്മെന്റിലുള്ള ആ ക്രിസ്റ്റലിനെയാണ് നമ്മൾ ലാറ്റിസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ ലാറ്റിസ് എൻതാൽപ്പി ഈസ് ദ എനർജി റിക്വയർഡ് ടു കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് 1 mole of an ionic compound into its gaseous constituent ions. അതായത് 1 mole NaCl ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്തിട്ട് 1 mole Na പ്ലസും 1 mole Cl മൈനസും ആക്കി മാറ്റാൻ ആവശ്യമുള്ള എനർജിയാണ് ലാറ്റിസ് എനർജി. ഓക്കെ, അപ്പോൾ ഇതിന്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് ഈ കോമ്പൗണ്ടിനെ ഡിസോസിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടെന്നല്ല അർത്ഥം ആണല്ലോ. കാരണം 1 mole Na പ്ലസ് ആയിട്ടും 1 mole Cl മൈനസ് ആയിട്ടും 1 mole സോഡിയം ക്ലോറൈഡിനെ ഡിസോസിയേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള എനർജിയാണ് ലാറ്റിസ് എനർജി. അപ്പോൾ ലാറ്റിസ് എനർജി കൂടി എന്താ അർത്ഥം? ഈ കോമ്പൗണ്ട് ഡിസോസിയേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണെന്നല്ല അർത്ഥം. അതുകൊണ്ടാണ് ലാറ്റിസ് എൻതാൽപ്പി കൂടുമ്പോൾ കോമ്പൗണ്ട് കൂടുതൽ സ്റ്റേബിൾ ആവുന്നത്. So what is lattice enthalpy? It is defined as the energy required to completely separate 1 mole of an ionic compound into its gaseous constituent ions. സോഡിയം ക്ലോറൈഡിന്റെ കേസ് ആണെങ്കിൽ 1 mole NaCl-നെ 1 mole Na പ്ലസും 1 mole Cl മൈനസും ആക്കി ഡിസോസിയേറ്റ് ചെയ്യാൻ ആവശ്യം വേണ്ട എനർജീനെയാണ് എന്ത് പറയുക? ലാറ്റിസ് എൻതാൽപ്പി ഓർ ലാറ്റിസ് എനർജി എന്ന് പറയുക. അതായത് അതിന് ലാറ്റിസിൽ നിൽക്കാൻ എത്രമാത്രം ശക്തിയുണ്ട്, ലാറ്റിസിൽ നിൽക്കാൻ ആ കോമ്പൗണ്ട്, ലാറ്റിസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ക്രിസ്റ്റലൈൻ ലാറ്റിസിൽ നിൽക്കാൻ ആ കോമ്പൗണ്ട് എത്രമാത്രം താല്പര്യപ്പെടുന്നു എന്നുള്ളതിന്റെ അളവും കൂടിയാണ് ലാറ്റിസ് എൻതാൽപ്പി. ഓക്കെ, ലാറ്റിസ് എൻതാൽപ്പി കുറഞ്ഞ അർത്ഥം വേഗം ഡിസോസിയേറ്റ് ചെയ്യുന്ന അർത്ഥം. അപ്പോൾ ക്രിസ്റ്റലൈൻ ആയിട്ട് അല്ലെങ്കിൽ ആ സോളിഡ് സ്റ്റേറ്റിൽ അത് എത്രമാത്രം നിലനിൽക്കും എന്നുള്ളതിന്റെ അളവും കൂടിയാണ് ലാറ്റിസ് എൻതാൽപ്പി. ഓക്കെ, അപ്പോൾ ഈ 3 പോയിന്റുകൾ പഠിക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ബോണ്ട് പാരാമീറ്റേഴ്സ്. ബോണ്ട് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ബോണ്ട് ലെങ്ത്, ബോണ്ട് ആംഗിൾ, ബോണ്ട് ഓർഡർ, ബോണ്ട് എനർജി പോലെയുള്ള ബോണ്ട് പാരാമീറ്റേഴ്സ്, ബോണ്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന ടേംസ്, അതിനെയാണ് ബോണ്ട് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് അതിൽ ബോണ്ട് ലെങ്ത്. ഓക്കെ, ബോണ്ട് ലെങ്ത് നിങ്ങൾക്ക് പുതുതായിട്ട് പറഞ്ഞു തരേണ്ട കാര്യം ഇല്ല, എന്നാലും ഡെഫിനിഷനൊക്കെ നമുക്ക് പഠിക്കണം. എന്താണെന്ന് അറിയാമായിരിക്കും ബോണ്ട് ലെങ്ത്. അതായത് ഇപ്പോൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ബോണ്ട് എടുക്കുകയാണ്, ക്ലോറിൻ ബോണ്ട് അല്ലേ. അപ്പോൾ ഇത് ആദ്യത്തെ ക്ലോറിൻ ആറ്റം, ഇത് രണ്ടാമത്തെ ക്ലോറിൻ ആറ്റം. ആദ്യത്തെ ക്ലോറിൻ ആറ്റത്തിൻ്റെ സെൻറ്റർ ഇവിടെ, രണ്ടാമത്തെ ക്ലോറിൻ ആറ്റത്തിൻ്റെ സെൻറ്റർ ഇവിടെ ആണെങ്കിൽ ആദ്യത്തെ ക്ലോറിൻ്റെ സെൻറ്ററിൽ നിന്ന് രണ്ടാമത്തെ ക്ലോറിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുക? ബോണ്ട് ലെങ്ത് എന്ന് പറയുക. അപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ റേഡിയസ്, കോവലന്റ് റേഡിയസ്, മെറ്റാലിക് റേഡിയസ് ഒക്കെ പഠിച്ചു. ശരിക്കും ബോണ്ട് ലെങ്ത് ഈ കേസിൽ ക്ലോറിന്റെ കോവലന്റ് ബോണ്ട് ലെങ്ത് മെഷർ ചെയ്തിട്ട് അതിന്റെ പകുതിയാണ് കോവലന്റ് റേഡിയസ്. അത് തന്നെയാണ് ഇവിടെയും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. കോവലന്റ് റേഡിയസിന്റെ കാര്യമൊക്കെ ഇവിടെ വീണ്ടും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബോണ്ട് ലെങ്ത് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയൈ ഓഫ് 2 ബോണ്ടഡ് ആറ്റംസ് ഇൻ എ മോളിക്യൂൾ. ബോണ്ടഡ് ആയിരിക്കുന്ന 2 ആറ്റങ്ങളിലെ ന്യൂക്ലിയൈ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ന്യൂക്ലിയസ് ടു ന്യൂക്ലിയസ് ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുക? ബോണ്ട് ലെങ്ത് എന്ന് പറയാം. ഓക്കെ, ഇനി ഇൻ ദ കേസ് ഓഫ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ച കോവലന്റ് റേഡിയസ് ഒക്കെ ഇവിടെ റിപ്പീറ്റേഷൻ വരുന്നുണ്ടെന്ന്. ഇൻ ദ കേസ് ഓഫ് കോവലന്റ് ബോണ്ടിങ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഈച്ച് ആറ്റം ഈസ് നോൺ ആസ് കോവലന്റ് റേഡിയസ്. അതായത് ഇതിന്റെ ഇവിടം തൊട്ട് ഇവിടം വരെ അല്ലേ ഇതിന്റെ കോൺട്രിബ്യൂഷൻ ഉള്ളൂ അല്ലെ? അതെങ്കിൽ ഈ മൊത്തം ഡിസ്റ്റൻസിന്റെ ഹാഫ് ആണ് ഒരാളുടെ കോൺട്രിബ്യൂഷൻ. ആ ഹാഫിനെയാണ് ഒരാളുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അയാൾ ബോണ്ട് ലെങ്തിക്ക് അയാളുടെ റേഡിയസ് അത്രയാണ് കിട്ടിയിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? കോവലന്റ് റേഡിയസ് എന്ന് പറയാം. ഓക്കെ, അതുപോലെ മെറ്റാലിക് ബോണ്ടിങ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ദ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ന്യൂക്ലിയസ് ടു ന്യൂക്ലിയസ് ഡിസ്റ്റൻസ് ഈസ് ബോണ്ട് ലെങ്ത് ആൻഡ് ദ ഹാഫ് ഓഫ് ഇറ്റ് ഈസ് നോൺ ആസ് മെറ്റാലിക് റേഡിയസ്. അതുപോലെ നോൺ ബോണ്ടഡ് ആറ്റമാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഹീലിയം, നിയോൺ പോലെ അവർക്ക് ബോണ്ട് ചെയ്യേണ്ട കാര്യമില്ല, അവരിങ്ങനെ അടുത്തടുത്ത് ജസ്റ്റ് ഇരിക്കുകയുള്ളൂ. ഓക്കെ, ആ കേസിൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ട് അതിൻ്റെ ഹാഫിന് നമ്മൾ എന്ത് പറയും? ദ ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് ഈസ് നോൺ ആസ് വാൻ ഡെർ വാൾസ് റേഡിയസ്. ഓക്കെ, അപ്പോൾ അതിവിടെ വീണ്ടും ഒന്നുകൂടെ വാൻ ഡെർ വാൾസ് റേഡിയസ് എന്താണ്, കോവലന്റ് റേഡിയസ് എന്താണ്, മെറ്റാലിക് റേഡിയസ് എന്താണെന്ന് ഒന്നും കൂടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ വാട്ട് ഈസ് ബോണ്ട് ലെങ്ത്?
It is the equilibrium distance between the nuclei of two bonded atoms in a molecule. ബോണ്ടഡ് ആയിരിക്കുന്ന രണ്ട് ആറ്റങ്ങളുടെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസിനെയാണ് ബോണ്ട് ലെങ്ത് എന്ന് പറയുക. ഓക്കെ, ഇനി ബോണ്ട് ലെങ്ത്തിനെ പറ്റി വളരെ വിശദമായിട്ട് നിങ്ങൾ ഇനി ഓരോരോ ഇതിൽ പഠിക്കുമ്പോൾ സിംഗിൾ ബോണ്ട് ലെങ്ത് എന്താണ്, ഡബിൾ ബോണ്ട് ലെങ്ത് എന്താണ്, അതൊക്കെ കൃത്യമായി ഇപ്പോൾ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ലെങ്ത് അത് കൃത്യമായി എല്ലാ കോമ്പൗണ്ടുകളിലും ഏതാണ്ട് ഒരേ വാല്യൂ ആയിരിക്കും. കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിന്, അതായത് ഒരു ബോണ്ടും കൂടെ വരുമ്പോഴത്തേക്ക് ബോണ്ട് ലെങ്ത് കുറയല്ലേ ചെയ്യാം. ഒരു ബോണ്ട് ഇപ്പോൾ ഇവിടെ കാർബണും കാർബണും തമ്മിൽ ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കണക്ഷനേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരൊറ്റ തവണയാണ് അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ. ഇനി ഒരു ബോണ്ടും കൂടെ വരുന്ന സമയത്ത് ഒന്നും കൂടി ഇവർ തമ്മിലുള്ള കണക്ഷൻ അല്ലെങ്കിൽ ആ റിലേഷൻ ശക്തിപ്പെടുകയല്ലേ. ശക്തിപ്പെടുന്ന സമയത്ത് ഇവർ ഒന്നും കൂടെ അടുത്ത് വരുമല്ലോ, അപ്പോൾ ബോണ്ട് ലെങ്ത് കുറയും. ഓക്കെ, അപ്പോൾ ഡബിൾ ബോണ്ട് വരുമ്പോൾ സിംഗിൾ ബോണ്ടിനേക്കാളും ബോണ്ട് ലെങ്ത് കുറയും, ബോണ്ടിന്റെ ശക്തി കൂടും, സ്ട്രെങ്ത് കൂടും, ബോണ്ട് സ്ട്രെങ്ത് കൂടും, ബോണ്ട് ലെങ്ത് കുറയും. ഓക്കെ, എപ്പോൾ ഡബിൾ ബോണ്ട് വരുന്ന കേസിൽ. ഓക്കെ, ഇനി ബോണ്ട് ആംഗിൾ. ഇപ്പം നമ്മളെപ്പോഴും ബോണ്ടിനെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ്, ലീനിയർ ആയിട്ടാണ് ബോണ്ടിനെ വരയ്ക്കുന്നത്. ഇപ്പോൾ പല ബോണ്ടുകളും നമ്മൾ ലീനിയർ ആയിട്ടാണ് വരയ്ക്കുന്നത്. പക്ഷേ എല്ലായ്പ്പോഴും ബോണ്ട് ലീനിയർ ആയിരിക്കണമെന്നില്ല. ലീനിയർ എന്ന് പറഞ്ഞാൽ ഒരു വര പോലെ ആയിരിക്കണമെന്നില്ല. ഓക്കെ, ഇപ്പോൾ വാട്ടറൊക്കെ ആണെങ്കിൽ നമ്മൾ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ ഒക്കെ വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് വരയ്ക്കുക. നടുവിൽ ഓക്സിജനെ വരച്ചിട്ട് ഇതിൻ്റെ ഇലക്ട്രോണ് ഇങ്ങനെ ബോണ്ടഡ് ആയി, ഇവിടെ 4 പേര് അൺപെയർഡ് ഇലക്ട്രോൺ, ഇങ്ങനെയാണ് ലൂയിസ് ഡോട്ട് സ്ട്രക്ചറിൽ നമ്മൾ കാണിക്കുക. ബട്ട് ആക്ച്വലി വാട്ടറിന്റെ ഷേപ്പ് ലീനിയർ ഷേപ്പ് അല്ല. ഓക്കെ, ലീനിയർ എന്ന് പറഞ്ഞ ഒരു വരയിൽ അല്ല, എല്ലാ ആറ്റവും ഒരു വരയിലല്ല നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഓർബിറ്റൽസ് കണ്ടെയ്നിങ് ബോണ്ടിങ് ഇലക്ട്രോൺ പെയർസ് അറൌണ്ട് ദ സെൻട്രൽ ആറ്റം ഈസ് കോൾഡ് ബോണ്ട് ആംഗിൾ. അതായത് ഇവരുടെ ഇടയ്ക്ക് ഇപ്പം ഇങ്ങനെ ലീനിയർ അല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് നമ്മൾ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വരയ്ക്കും. അപ്പോൾ ലൂയിസ് തിയറിയുടെ ഡ്രോബാക്ക് തന്നെ പറയുന്നുണ്ട് നമ്മൾ, അല്ലെങ്കിൽ ഒക്ടറ്റ് തിയറിയുടെ ഡ്രോബാക്ക് തന്നെ പറയുന്നുണ്ട്, അതിലെ ഷേപ്പിനെ പറ്റി പറയുന്നില്ല എന്ന്. ശരിക്കും വാട്ടർ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഇങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ ഒരു ഇലക്ട്രോൺ, ഈ ഓക്സിജന്റെ ഒരു ഇലക്ട്രോൺ ഈ ബോണ്ടിൽ, ഈ ഹൈഡ്രജന്റെ ഒരു ഇലക്ട്രോൺ, ഈ ഓക്സിജന്റെ ഒരു ഇലക്ട്രോൺ, ഈ 4 ഓക്സിജന്റെ 4 ഇലക്ട്രോൺ എന്തിൽ പങ്കെടുക്കുന്നില്ല, ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നില്ല. ഇതിനെ നമ്മൾ ലോൺ പെയേഴ്സ് എന്ന് പറയും. 2 ലോൺ പെയേഴ്സ് ഉണ്ട്. ഓക്കെ, അതൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇതുപോലെ അല്ല വരയ്ക്കേണ്ടത്. അപ്പോൾ ഈ ആംഗിൾ, ഇവിടുത്തെ ഈ HOHന്റെ ഇടയ്ക്കുള്ള ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുക, ബോണ്ട് ആംഗിൾ എന്ന് പറയുക. അപ്പോൾ ബോണ്ട് ആംഗിൾ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഓർബിറ്റൽസ് കണ്ടെയ്നിങ് ബോണ്ടിങ് ഇലക്ട്രോൺ പെയേഴ്സ് അറൌണ്ട് ദ സെൻട്രൽ ആറ്റം ഇൻ എ മോളിക്യൂൾ. ഒരു മോളിക്യൂൾ ആവാം, അല്ലെങ്കിൽ അയോൺ ആവാം. ആ അയോണിൽ ബോണ്ടിങ്ങിൽ ഏർപ്പെട്ട ഓർബിറ്റൽസിന്റെ ഇടയ്ക്കുള്ള ആംഗിളിനെയാണ് നമ്മൾ ബോണ്ട് ആംഗിൾ എന്ന് പറയുക. അപ്പോൾ വാട്ടറിന്റെ കേസ് ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞല്ലോ. വാട്ടറിന്റെ കേസിൽ ഇവിടെ HOH ഈ 3 ആറ്റങ്ങളുടെ ഇടയ്ക്ക് വരുന്ന ഈ ബോണ്ട് ആംഗിളിന്റെ വാല്യൂ ആണ് 104.5 ഡിഗ്രി. ഇനി അമോണിയയിൽ അതുപോലെ മീഥെയിനിലൊക്കെ ബോണ്ട് ആംഗിൾ എത്രയാണെന്ന് നിങ്ങൾ അടുത്ത സെക്ഷനിൽ, ഈ ചാപ്റ്ററിൽ തന്നെ അടുത്ത സെക്ഷനിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ ബോണ്ട് ആംഗിൾ എന്താണെന്ന് തൊട്ട് മുമ്പേ നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എന്താണ് ബോണ്ട് ആംഗിൾ? ബോണ്ട് ആംഗിൾ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഓർബിറ്റൽസ് കണ്ടെയ്നിങ് ബോണ്ടിങ് ഇലക്ട്രോൺ പെയേഴ്സ് അറൌണ്ട് ദ സെൻട്രൽ ആറ്റം ഇൻ എ മോളിക്യൂൾ. ഒരു മോളിക്യൂളിൽ സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ള ആറ്റങ്ങൾക്കിടയ്ക്ക്, ഇവിടെ ഈ HOH ഈ 3 ആറ്റങ്ങൾക്കിടയ്ക്കുള്ള ഈ ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബോണ്ട് എൻതാൽപ്പി, അടുത്ത ടേം ആണ് ബോണ്ട് എൻതാൽപ്പി അല്ലെങ്കിൽ ബോണ്ട് എനർജി. ബോണ്ട് എൻതാൽപ്പി അല്ലെങ്കിൽ ബോണ്ട് എനർജി എന്ന് പറഞ്ഞാൽ ഒരു ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാനുള്ള എനർജി. ബോണ്ട് എൻതാൽപ്പി ഓർ ബോണ്ട് എനർജി എന്ന് പറഞ്ഞാൽ ഒരു ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ എത്ര എനർജി വേണോ അതാണ് ബോണ്ട് എൻതാൽപ്പി അല്ലെങ്കിൽ ബോണ്ട് എനർജി. ഓക്കെ, അപ്പോൾ ഒരൊറ്റ ബോണ്ടായിട്ട് നമുക്ക് കെമിസ്ട്രിയിൽ എപ്പോഴും 1ന്റെ കണക്കില്ലല്ലോ. നമുക്ക് എത്ര എണ്ണത്തിന്റെ കണക്കാണുള്ളത്? നമുക്ക് എപ്പോഴും 1 മോളിന്റെ കണക്കാണുള്ളത് അല്ലേ. അപ്പോൾ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി required to break 1 mole of bonds of a particular type between 2 atoms in a gaseous state. 1 മോൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാനുള്ള എനർജിയുടെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുക, ബോണ്ട് എനർജി അല്ലെങ്കിൽ ബോണ്ട് എൻതാൽപ്പി എന്ന് പറയാം. ബോണ്ട് എനർജി കൂടുതലാണെങ്കിൽ ആ ബോണ്ടിന്റെ സ്ട്രെങ്ത് കൂടുതലാണ് എന്നർത്ഥം. ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല,
അതിലെ അർത്ഥം. അപ്പോൾ ബോണ്ട് എനർജി കൂടുതലാണെങ്കിൽ ബോണ്ടിന്റെ സ്ട്രെങ്ത് കൂടുതലാണ് എന്നർത്ഥം. സോ വാട്ട് ഈസ് ബോണ്ട് എൻതാൽപ്പി ഓർ ബോണ്ട് എനർജി? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി required to break 1 mole of bonds of a particular type between two atoms in the gaseous state. gaseous സ്റ്റേറ്റിലുള്ള 1 മോൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്ത് അതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് ആറ്റംസ് ആക്കാൻ എത്ര എനർജി വേണമോ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ബോണ്ട് എൻതാൽപ്പി ഓർ ബോണ്ട് എനർജി എന്ന് വിളിക്കും. ഓക്കെ, ഇപ്പൊ ഇങ്ങനത്തെ ഒരു സിംഗിൾ ബോണ്ടേ ഉള്ളൂ എന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ ക്ലോറിന്റെ ബോണ്ട് എനർജി എടുക്കുകയാണെങ്കിൽ ഇതിന്റെ 1 മോളിനെ ബ്രേക്ക് ചെയ്ത് 1 മോൾ CL 2 മോൾ ഓഫ് CL ആറ്റം ആക്കാനുള്ള എനർജിയാണ് അതിന്റെ ബോണ്ട് എനർജി എന്ന് പറയാം. പക്ഷേ പല മോളിക്യൂളുകളിലും ഇതുപോലെ 2 ആറ്റം അല്ല ഉണ്ടാവുക. ഓക്കെ, ഇപ്പൊ വാട്ടർ തന്നെ എക്സാമ്പിൾ. വാട്ടറിന്റെ കേസിൽ ഇതുപോലെ 2 ബോണ്ട് ഉണ്ട്, ഇവിടെയും ബോണ്ട് ഉണ്ട്, ഇവിടെയും ബോണ്ട് ഉണ്ട്. അപ്പൊ ഇതിന്റെ ബോണ്ട് എനർജി എടുക്കുമ്പോൾ നമ്മൾ 2 സ്റ്റെപ്പിലായിട്ടാണ് ബോണ്ട് എനർജി എടുക്കേണ്ടത്. അതായത് ആദ്യത്തെ സ്റ്റെപ്പില് ഇതിലേതെങ്കിലും ഒരു ബോണ്ട് മാറിയിട്ട് OH പ്ലസ് H ഇങ്ങനെ ആവാനുള്ള ഇതിന്റെ 1 മോൾ എടുക്കണം. 1 മോളിൽ ഇതിന്റെ എത്രയാണ് ബോണ്ട് എനർജി. ഇനി അടുത്ത സ്റ്റെപ്പില് ഈ ബാക്കിയുള്ള ഈ OH ഉണ്ടല്ലോ, അവരും ബ്രേക്ക് ചെയ്യണമല്ലോ, O പ്ലസ് H. ഇങ്ങനെ 2 സ്റ്റെപ്പിൽ വേണം ഇതിന്റെ ബോണ്ട് എനർജി എടുക്കാൻ. ഈ 2 സ്റ്റെപ്പിന്റെയും ഇവിടെ ബ്രേക്ക് ചെയ്യാനുള്ള എനർജി സെയിം ആയിരിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ കെമിക്കൽ എൻവയോൺമെന്റ് അല്ല ഇവിടെ ഈ ഓക്സിജന്റെ 2 സൈഡിലും ബോണ്ട് ഉണ്ട്. കെമിക്കൽ എൻവയോൺമെന്റ് ഈസ് ഡിഫറെന്റ്. ബട്ട് ഹിയർ ഇറ്റ് ഹാസ് ഗോട്ട് അനദർ കെമിക്കൽ എൻവയോൺമെന്റ്. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പിലെ എനർജി ആയിരിക്കില്ല സെക്കൻഡ് സ്റ്റെപ്പിൽ. അപ്പൊ നമ്മൾ വാട്ടറിന്റെ ബോണ്ട് എനർജി പറയുമ്പോൾ ഈ 2 സ്റ്റെപ്പിലെയും ബോണ്ട് എനർജി എടുത്തിട്ട് അതിന്റെ മീൻ ആണ് എടുക്കേണ്ടത്. അതിന്റെ ആവറേജ് വാല്യൂ ആണ് ബോണ്ട് എനർജി ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ കുറെ അധികം ആറ്റംസ് വരുന്ന മോളിക്യൂൾ. ഇപ്പൊ ഇത് ട്രൈഅറ്റോമിക് മോളിക്യൂൾ ആണ് അല്ലെ, 3 ആറ്റം വരുന്ന മോളിക്യൂളാണ്. 3, 4, 5 ഒക്കെ വരുന്ന മോളിക്യൂൾസ് ഉണ്ടാവും. അതിലൊക്കെ അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് സ്റ്റെപ്പിൽ ബോണ്ട് എനർജി എടുത്തിട്ട് എല്ലാത്തിന്റെ ആവറേജ് ആണ് ആ പിന്നെ മോളിക്യൂളിന്റെ ബോണ്ട് എനർജി ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, വാട്ടറിന്റെ കേസിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇത് 502 കിലോ ജൂൾ പെർ മോളും രണ്ടാമത്തെ സ്റ്റെപ്പിൽ 427 കിലോ ജൂൾ പെർ മോളും ആണ്. അതിന്റെ രണ്ടിന്റെ മീൻ എടുക്കുമ്പോൾ ആവറേജ് ബോണ്ട് എനർജി എത്രയാണ് വന്നിരിക്കുന്നത്? 464.5 കിലോ ജൂൾ പെർ മോൾ. എപ്പോഴും മനസ്സിലാക്കുക, വെൻ ബോണ്ട് എനർജി ഇൻക്രീസസ് ബോണ്ട് സ്ട്രെങ്ത് ഇൻക്രീസസ്. ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാനുള്ള എനർജി കൂടുതൽ വേണമെങ്കിൽ എന്താണ് അർത്ഥം? ബോണ്ടിന്റെ സ്ട്രെങ്ത് കൂടുതലാണെന്നാണ് അർത്ഥം. ഓക്കെ, ഇനി അടുത്ത ബോണ്ടിനെ പറ്റിയിട്ടുള്ള അടുത്ത പാരാമീറ്റർ ആണ് ബോണ്ട് ഓർഡർ. ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ബോണ്ട് ലെങ്ത് പറഞ്ഞു, ബോണ്ട് ആംഗിൾ പറഞ്ഞു, ബോണ്ട് എനർജി പറഞ്ഞു. ബോണ്ട് എനർജി അല്ലെങ്കിൽ ബോണ്ട് എൻതാൽപ്പി പറഞ്ഞു. അത് തന്നെയാണ് ബോണ്ട് ഡിസോസിയേഷൻ എനർജി. എല്ലാം ഒന്ന് തന്നെ കേട്ടോ. ബോണ്ട് എനർജി തന്നെയാണ് ബോണ്ട് ഡിസോസിയേഷൻ എനർജി. അടുത്ത ടേം ആണ് ബോണ്ട് ഓർഡർ. ബോണ്ട് ഓർഡർ മീൻസ് ദ നമ്പർ ഓഫ് ബോണ്ട്സ് ബിറ്റ്വീൻ 2 atoms in a molecule. അതാണ് ബോണ്ട് ഓർഡർ. ഫോർ എക്സാമ്പിൾ, ഇൻ ക്ലോറിൻ മോളിക്യൂൾ ഹൗ മെനി ബോണ്ട്സ് ആർ ദർ ബിറ്റ്വീൻ 2 ക്ലോറിൻ ആറ്റംസ്? എത്ര ബോണ്ട് ഉണ്ട് ക്ലോറിൻ മോളിക്യൂളിൽ? 1 ബോണ്ട് അല്ലേ. അപ്പൊ ഹിയർ ബോണ്ട് ഓർഡർ ഈസ് 1. വളരെ സിമ്പിൾ ആണ്. എത്ര ബോണ്ട് ഉണ്ട് നോക്കുക, അതാണ് ബോണ്ട് ഓർഡർ. ഹിയർ ബോണ്ട് ഓർഡർ ഈസ് 1. ഇനി ഇൻ ദ കേസ് ഓഫ് ഓക്സിജൻ മോളിക്യൂൾ വി നോ ദാറ്റ് there are 2 bonds between 2 oxygen atoms in oxygen molecule. അപ്പൊ ഇവിടെ വാട്ട് ഈസ് ദ ബോണ്ട് ഓർഡർ? ഈ 2 ഓക്സിജൻ ആറ്റത്തിനിടയ്ക്ക് എത്ര ബോണ്ട് ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പൊ ബോണ്ട് ഓർഡർ ഈസ് 2. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് നൈട്രജൻ how many bonds are there between 2 nitrogen atoms? നൈട്രജനിൽ എത്ര ബോണ്ട് ഉണ്ട് 2 നൈട്രജൻ ആറ്റത്തിന്റെ ഇടയ്ക്ക്? 3 എണ്ണം ഉണ്ട് അല്ലേ. അപ്പൊ ബോണ്ട് ഓർഡർ ഈസ് 3. ഓക്കെ, ഈ ബോണ്ട് ഓർഡർ ഗ്രേറ്റർ ദാൻ 3 വളരെ റെയർ ആയിട്ടാണ് കെമിസ്ട്രിയിൽ വരുള്ളൂ. ക്വാഡ്രപ്പിൾ ബോണ്ട്സ് എന്ന് പറയും നമ്മൾ. സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് അല്ലേ. ഇവിടെ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ബോണ്ട് ഓർഡർ 1, ഡബിൾ ബോണ്ട് വന്നപ്പോൾ ബോണ്ട് ഓർഡർ 2, ട്രിപ്പിൾ ബോണ്ട് വന്നപ്പോൾ ബോണ്ട് ഓർഡർ 3. ഇനി 4 ബോണ്ട് വരുന്ന വളരെ അപൂർവ കേസുകളാണ് ഉള്ളൂ. ആകെ വളരെ റെയർ കേസുകളാണ് ഉള്ളത്. ക്വാഡ്രപ്പിൾ ബോണ്ട് എന്ന് പറയും. ഓക്കെ, അപ്പൊ സാധാരണയായിട്ട് ബോണ്ട് ഓർഡറിന്റെ വാല്യൂ ഇപ്പൊ എത്രയൊക്കെയാണ് വരിക? ഐദർ 1 or 2 or 3. അങ്ങനെ 3 ചാൻസസ് ആണ് വരിക. ഇനി ബോണ്ട് ഓർഡറുമായിട്ട് പറയാനുള്ള വേറൊരു കാര്യം, ഐസോ ഇലക്ട്രോണിക് മോളിക്യൂൾസ് ആൻഡ് അയോൺസ് ഹാവ് ഐഡന്റിക്കൽ ബോണ്ട് ഓർഡേഴ്സ്. ഐസോ ഇലക്ട്രോണിക് മോളിക്യൂൾസിനും അയോൺസിനും ബോണ്ട് ഓർഡർ ഐഡന്റിക്കൽ ആയിരിക്കും. അവർ ഐസോ ഇലക്ട്രോണിക് ആണെങ്കിൽ അവരുടെ ഇടയ്ക്കുള്ള ബോണ്ടും ഒരേപോലെ ആയിരിക്കും എന്നാണ് അത് പറയുന്നത്.
ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിന് ബോണ്ട് ഓർഡർ ഒരേപോലെ ആയിരിക്കും. അതിന് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് F2 and O2 2 minus. F2 and O2 2 minus. ഈ O2 2 minus അയോൺ എവിടെയാണ് വരിക എന്ന് ചോദിച്ചാൽ സോഡിയം പെറോക്സൈഡ് Na2O2. ഓക്കെ, ഇതിൽ 2 സോഡിയം കൂടെ ചേർന്നാൽ +2 അല്ലേ, ഒരു സോഡിയത്തിന് +1, അപ്പോൾ 2 സോഡിയം കൂടെ ചേർന്നാൽ +2. അപ്പോൾ O2 2 കൂടെ എത്ര വരാവും? -2. അതൊരു റെയർ കേസാണ്, കാരണം ഓക്സിജൻ സാധാരണ -2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് വരിക. ബട്ട് ഇൻ പെറോക്സൈഡ്സ് ഓക്സിജൻ ഈസ് ഇൻ -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതുപോലെ H2O2 നിങ്ങൾക്കറിയാം, ഹൈഡ്രജൻ പെറോക്സൈഡ്. ഓക്കെ, അപ്പോൾ അവിടെ ഹൈഡ്രജൻ രണ്ടുപേരും കൂടെ +2ലാണ്, ഓക്സിജൻ എത്രയാണ്? -2. അപ്പോൾ ഇൻ പെറോക്സൈഡ് ഓക്സിജൻ ഈസ് ഇൻ -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇവർ രണ്ടുപേരും ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ്. ആര്? ഈ F2യും ഈ O2 2 മൈനസിന് നമ്മൾ എന്താ പേര് പറയാന്നറിയാമോ? പെറോക്സൈഡ് അയോൺ. പെറോക്സൈഡ്സിൽ കാണുന്ന അയോൺ ആയതുകൊണ്ട് പെറോക്സൈഡ് അയോൺ. ഈ F2ന്റെ ബോണ്ട് ഓർഡർ നമുക്ക് എളുപ്പം പറയാം. അങ്ങനെ നമുക്ക് F2ന്റെ സ്ട്രക്ചർ അറിയാം അല്ലേ? വാട്ട് ഈസ് ദ സ്ട്രക്ചർ ഓഫ് F2? F സിംഗിൾ ബോണ്ട് F. സോ ബോണ്ട് ഓർഡർ ഈസ് 1. ഇതിന്റെ ബോണ്ട് ഓർഡർ എത്രയാ? 1. O2 2 മൈനസ് നമുക്ക് അതിന്റെ സ്ട്രക്ചറിനെ പറ്റിയൊന്നും വലിയ ധാരണയില്ല. പക്ഷെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാമല്ലോ. F2ൽ എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ്? F2 എന്ന് പറഞ്ഞാൽ 9 ആണല്ലേ? അറ്റോമിക് നമ്പർ 9 അല്ലേ? ആണല്ലോ. അപ്പോൾ 9 + 9 18 അല്ലേ? നൈട്രജൻ 7, ഓക്സിജൻ 8, ഫ്ലോറിൻ 9. അപ്പോൾ F2ൽ 18. O2ൽ നോക്കൂ, O2 2 മൈനസ്. O2ൽ 16 ആണ്. O2ന്റെ കൂടെ ഇനി 2 എണ്ണം കൂടെ വന്നാൽ എത്രയുണ്ട്? 18. ഇവർ രണ്ടുപേരും ഞാൻ പറഞ്ഞു വന്നു ഇത്രയേ ഉള്ളൂ. ഇപ്പം എത്ര നേരം കാൽക്കുലേറ്റ് ചെയ്തെന്താ? ഇവരുടെ രണ്ടുപേരുടെയും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഞാൻ ഇത്ര നേരം കാൽക്കുലേറ്റ് ചെയ്തത്. ഇവർക്ക് രണ്ടുപേർക്കും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്? 18 ആണ്. F2ന്റെ ബോണ്ട് ഓർഡർ നമുക്കറിയാം 1 ആണ്. കാരണം ക്ലോറിനെ പോലെ തന്നെയാണ് ഫ്ലൂറിനും, സിംഗിൾ ബോണ്ടാണ്. അങ്ങനെയാണെങ്കിൽ O2 2 മൈനസിന്റെ ബോണ്ട് ഓർഡറും എത്ര തന്നെ ആയിരിക്കും? 1 തന്നെ ആയിരിക്കും. ബിക്കോസ് ദേ ആർ ഐസോ ഇലക്ട്രോണിക്. അവർ ഐസോ ഇലക്ട്രോണിക് ആയതുകൊണ്ട് അവരുടെ ബോണ്ട് ഓർഡർ സെയിം ആണ്. അപ്പോൾ ഒരാളുടെ ബോണ്ട് ഓർഡർ അറിഞ്ഞാൽ മറ്റേയാളുടെ ബോണ്ട് ഓർഡർ നമുക്ക് ഊഹിച്ചെഴുതാം, നമുക്ക് ഗസ് ചെയ്ത് എഴുതാം. ഗസ് ചെയ്ത് എഴുതുന്നത് ശരിയുമായിരിക്കും, കാരണം അത് തിയറിയാണ്. ഓക്കെ, ബോണ്ട് ഓർഡർ സെയിം ആയിരിക്കും എങ്ങനെയുള്ള മോളിക്യൂൾസിന്? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിന്. അതേപോലെ വേറെ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ് N2CO. ഇത് രണ്ടുപേരും ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ്. അതുപോലെ അതിൻ്റെ കൂടെ NO+. ഇവര് 3 പേര്. ഇവര് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ്. ഒന്നും കൂടെ വരും ഇതിൽ CN-. ഇതിലെല്ലാത്തിലും എത്ര ഇലക്ട്രോൺ നോക്കൂ? 7 + 7 14. ഇവിടെ 8 + 6 14. ഇവിടെ 8 ഇല്ല, ഈ ഓക്സിജനിലൊന്ന് കുറവ്. അപ്പോൾ 7 + 7 14. ഇവിടെ 7നേക്കാളും ഒന്ന് കൂടുതൽ, 8 + 6 14. ഈ 4 സ്പീഷീസിന് ആകെ നമുക്ക് പരിചയമുള്ളത് നൈട്രജനെ മാത്രമാണ് അല്ലേ? നൈട്രജന്റെ കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. എന്താണ് ബോണ്ട് ഓർഡർ? N ട്രിപ്പിൾ ബോണ്ട് N ആണ് അല്ലേ? N ട്രിപ്പിൾ ബോണ്ട് N ആണ് അവിടുത്തെ ബോണ്ട് സ്ട്രക്ചർ. അപ്പോൾ ബോണ്ട് ഓർഡർ 3 ആണ്. അപ്പം നൈട്രജന് ബോണ്ട് ഓർഡർ ഈസ് 3. അങ്ങനെയാണെങ്കിൽ നൈട്രജന്റെ ഐസോ ഇലക്ട്രോണിക് ആയിട്ട് വന്നിട്ടുള്ള കാർബൺ മോണോക്സൈഡ്, NO+, CN- പോലെയുള്ള എല്ലാവരുടെയും ബോണ്ട് ഓർഡർ എത്ര തന്നെയായിരിക്കും? 3 തന്നെ ആയിരിക്കും. അപ്പോൾ ആ തിയറി എന്താണ് ബോണ്ട് ഓർഡർ? ബോണ്ട് ഓർഡർ ഈസ് ദ നമ്പർ ഓഫ് ബോണ്ട്സ് ബിറ്റ്വീൻ ദ 2 ആറ്റംസ് ഇൻ എ മോളിക്യൂൾ. എത്ര ബോണ്ട് ഉണ്ട്? 2 ആറ്റങ്ങൾക്കിടയ്ക്ക് എത്ര ബോണ്ട് ഉണ്ട്? ഇപ്പം നൈട്രജന്റെ കേസിൽ 3 ബോണ്ട് ഉള്ളത് കൊണ്ട് ബോണ്ട് ഓർഡർ 3. ഇനി അടുത്ത തിയറി എന്താണ്? ഐസോ ഇലക്ട്രോണിക് മോളിക്യൂൾസ് ആൻഡ് അയോൺസ് ഹാവ് ഐഡന്റിക്കൽ ബോണ്ട് ഓർഡേഴ്സ്. അതിന് 2 എക്സാമ്പിൾ ആണ് പറഞ്ഞത്. ഫ്ലൂറിനും പെറോക്സൈഡ് അയോണിനും ബോണ്ട് ഓർഡർ 1 ആണ്. രണ്ടുപേർക്കും 18 ഇലക്ട്രോണുകളോടുകൂടെ ഐസോ ഇലക്ട്രോണിക് ആണ്. പിന്നെ N2CO, NO+, CN-. 4 സ്പീഷീസ് പറഞ്ഞു. ഇവർ 4 പേരും ഐസോ ഇലക്ട്രോണിക് ആണ്. 4 പേർക്കും 14 ഇലക്ട്രോൺസ് ആണ്. അതിൽ നൈട്രജന്റെ ബോണ്ട് ഓർഡർ മാത്രം നമുക്കറിയാം 3 ആണെങ്കിൽ ബാക്കി എല്ലാവർക്കും എത്ര തന്നെയാണ്? 3 തന്നെയാണ് ബോണ്ട് ഓർഡർ. ഓക്കെ, അപ്പോൾ ബോണ്ട് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന ഒരു പുതിയ ഭാഗമാണ്. നമുക്കത് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വീഡിയോ കാണുക, നോട്ടൊക്കെ എഴുതിയെടുത്ത് നല്ലോണം പഠിക്കുക. ഓക്കെ, താങ്ക് യു.